ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയാലോ. ഇപ്പോൾ നെല്ലിക്കയൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന സമയമാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ നെല്ലിക്ക വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് നെല്ലിക്ക വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ നെല്ലിക്കയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് പൊടിച്ചെടുത്ത് നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അതേ പാത്രത്തിൽ തന്നെ ഒരു 75 ml നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നല്ലെണ്ണ ചേർത്താണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുള്ളത്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഒരു 15 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മസാലകളും ഉപ്പും എല്ലാം 1/2 കിലോ നെല്ലിക്കക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ കൂടുതൽ അളവിൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ അളവിൽ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നേരത്തെ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന മസാല ഇത് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓണിലാണെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഫ്ലെയിം ഓഫാക്കിയത്. ഇനി ജസ്റ്റ് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെല്ലം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് 6 മാസത്തോളം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.